തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയുടെ തലപ്പൊക്കമാണ് ബോണക്കാട്. കാഴ്ചയിലും അനുഭവത്തിലും ആർക്കും സന്തോഷം നൽകുന്ന ദേശം. പക്ഷേ ആ സന്തോഷം ബോണക്കാട്ടുകാർക്ക് നഷ്ടമായിട്ടും കൊല്ലങ്ങളായി. തോട്ടം ചരിത്രത്തിന്റെ പ്രേതഭൂമിയിൽ പ്രകൃതി ഭംഗിയുണ്ട്, പക്ഷേ മനുഷ്യർ നരകിക്കുകയാണ്. മനുഷ്യൻ നിസ്സഹായരായി കഴിയുന്ന ഭൂമികയിൽ ഞങ്ങളുടെ പ്രതിനിധി MG പ്രതീഷ് നടത്തിയ യാത്ര കാണും. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒരിടത്തേക്കാണ് യാത്ര. ആർക്കും വേണ്ടാത്ത ഒരു ദേശത്തേക്ക്. അവിടെ ആർക്കും വേണ്ടാത്ത കുറച്ച് മനുഷ്യരുണ്ട്. ആ യാത്രകളിൽ കാണുന്ന കാഴ്ചകൾ മനോഹരമായിരിക്കാം. അവിടെ എത്തുമ്പോൾ പക്ഷേ കാണുന്ന കാഴ്ച അത്ര മനോഹരമാകണമെന്നില്ല. സഹ്യ താഴ്വരയ്ക്ക് കീഴിൽ ബോണക്കാട് മഞ്ഞ് പെയ്തിറങ്ങുന്നു. മലഞ്ചെരുവിലെ മരങ്ങൾക്കിടയിലൂടെ മടിച്ചെത്തുന്ന സൂര്യൻ, മലയിടുക്കുകളിൽ പതഞ്ഞിറങ്ങാൻ കാത്തുനിൽക്കുന്ന ചെറുവെള്ളച്ചാട്ടങ്ങൾ, പച്ചപ്പിന് നടുവിൽ ഗുൽമോഹർ വസന്തം. ഉയരെ എത്തിയാൽ പേപ്പാറ ഡാമും വിഴിഞ്ഞം തുറമുഖവും നഗരഗ്രാമങ്ങളും അങ്ങനെയെല്ലാം ഒറ്റ ക്യാൻവാസിൽ. ഇനി ബോണക്കാട്ടെ മനുഷ്യരിലേക്കാണ്. ആദ്യം പറഞ്ഞ ആ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരിലേക്ക്. ഇതുവരെ കണ്ട രസിപ്പിക്കുന്ന ഫ്രെയിമുകളല്ല ഇനി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് കർശന നിർദ്ദേശം. ആയിരത്തി 1800കളിലാണ് അഗസ്ത്യ മലനിരകൾക്ക് താഴെയുള്ള ബോണക്കാട് പ്രദേശത്ത് തേയില കൃഷി ആരംഭിക്കുന്നത്. 1.5 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇവിടെ അവശേഷിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ ആ തേയില ഫാക്ടറിയും കുറേ മനുഷ്യരും. അവർക്ക് പറയാനുള്ളത് ഒരായുസിന്റെ അവഗണനയുടെയും കഷ്ടപ്പാടിന്റെയും കഥയാണ്. ഞാൻ ഒരു നിത്യരോഗിയാണ്. എനിക്ക് ഹാർട്ടിൻ്റെ അസുഖമുണ്ട്. എല്ലാം ആശുപത്രിയിൽ നിന്നൊക്കെയാണ് മരുന്ന് വാങ്ങിക്കുന്നത്. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ എങ്ങനെയാ അതിനകത്ത്? വലിയ പ്രയാസം തന്നെ. ഇപ്പോൾ ചെയ്തു തരണം ഇത്രയും ദിവസം ഇട്ട് ഒരു നിവർത്തിയില്ല. നമ്മളിവിടെ കിടക്കുകയാണെങ്കിൽ തലവിളിയെ ഇടിഞ്ഞു എല്ലാം നനഞ്ഞ് കൊന്നിരിക്കുകയാണ്. പേടിച്ച് ഇപ്പോൾ ഇതാ 10-15,000 രൂപയ്ക്ക് മുകളിൽ തടിയെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് ഇതാ സിമെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഇതാ ചെയ്യുകയാണ്, ആൾ വിളിച്ച് ചെയ്യുകയാണ്. ഞങ്ങൾ ജയിച്ചു വന്ന ആദ്യം തോട്ടം തൊഴിലാളി ബോണക്കാട് തൊഴിലാളികളുടെ കാര്യം നോക്കിയിട്ടേ ഞങ്ങൾ വീട്ടിലെ കാര്യം നോക്കുള്ളൂ എന്ന് പറയും. എന്നാൽ പിന്നെ ആ പറഞ്ഞ വാക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതല്ലാതെ തൊഴിലാളികളോ ജനങ്ങളോ അവർക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും അത് സഹകരിച്ച് എടുത്ത് കൊടുക്കണമെന്നുള്ളതായിരുന്നു. അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി അവരുടെ കുടുംബക്കാരും അവർ കാറിലും പ്ലെയിനിലും പറക്കണമൊക്കെ അവരും നടന്നുകൊണ്ടിരിക്കും. നമ്മൾ കഞ്ഞി കുടിക്കണ വെള്ളം കുടിക്കണ എന്നൊന്നും ഒരൊറ്റ വാക്ക് പോലും പിന്നെ അന്വേഷിച്ച് വരില്ല. ഇനി 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വരും. നിസ്സാരം ഒരു ഓട് അവരെ കൊണ്ട് മാറ്റിയിടാൻ കഴിയില്ല. അവർ പറയുന്ന കോടികളുടെ ഇതുണ്ട് അല്ല,
ഇന്ന് വരെ എല്ലാ മന്ത്രിമാരും ഇവിടെ വന്ന് ഇലക്ഷന് മുമ്പ് എല്ലാവരും വാഗ്ദാനം മാത്രം കൊടുത്ത് വോട്ടിന് വേണ്ടി മാത്രം. ഇതാ കഴിഞ്ഞപ്പോഴാണ് ഒരുത്തരും ഇവിടെ തിരിഞ്ഞു നോക്കാനില്ല. അമ്മ ഒറ്റയ്ക്കാണോ ഇവിടെ താമസിക്കണേ? അതെ സാർ, അതെ മോനെ, ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നേ. പോവാൻ ഒരിടത്തും പോക്കടിയില്ല. മക്കൾ എത്ര കാലം പിടിച്ചുണയ്ക്കും? ഒരു മരണച്ചെലവിന് പോലും ഒരു 10 പൈസ ഒരിടത്തും ഇല്ലേ ചൊല്ല മക്കളെ. ഓണസമയത്ത് 2 മന്ത്രിമാർ ഇവിടെ വന്ന്, ധനകാര്യ വകുപ്പും തൊഴിൽ വകുപ്പും മന്ത്രി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത്, ഓണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ലൈനുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ ചെയ്യുവാനുള്ള, ഇവിടെ താമസിക്കുന്നവരെല്ലാവർക്കും ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. സ്വന്തമായി ഒന്നുമില്ലാത്തവരാണ് ബോണക്കാട്ടുകാർ. അവർക്ക് ചുറ്റും കാടും മേടും ഉപേക്ഷിക്കപ്പെട്ട കൃഷിയിടങ്ങളും മാത്രം. പുതിയതായി ഈ മണ്ണിൽ ഇനിയൊന്നും പ്രതീക്ഷിക്കാനും വയ്യ. അന്നവരെ പോറ്റിയ മുതലാളിയും ഇന്ന് പോറ്റേണ്ട സർക്കാരുകളും അവരെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ജിനുവസ് രാജിനും ശ്രീജുവിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം.